ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈക്കോസ് വിഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങൾ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കാണിക്കാനാണ് കേട്ടോ. ഇത് നടക്കുന്നത് നമ്മുടെ നെടുമങ്ങാട് താലൂക്കില് നമ്മുടെ പുത്തമ്പാലം എത്തുന്നതിന് മുമ്പ് തത്തങ്കോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തുണ്ട് കേട്ടോ. അവിടെ ഒരു ബസ്സിൽ വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ ഈ അതിമനോഹരമായ കാഴ്ച. അതെ, ആ ഇടത് ഭാഗം നമ്മുടെ മനസ്സിനും കണ്ണിനും കുളിർമ നൽകുന്ന അതിമനോഹരമായ ഒരു കാഴ്ച മാത്രമേ ഈ കാഴ്ച കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മുടെ സ്വന്തം നാട്ടിലും എത്തിയിട്ടുണ്ട് നമ്മുടെ സ്വന്തം ജമന്തിപ്പാടം അല്ലെ. നെടുമങ്ങാടുകാർക്കുമുണ്ട് ഒരു ജമന്തിപ്പാടം. അത് കൂടാതെ ഇവിടെ കൃഷികളുണ്ട് കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഴ, പടവലങ്ങ, വെള്ളരിക്ക, പിന്നെ കത്തിരിക്ക, ഒത്തിരി കൃഷികളുണ്ട്. മരിച്ചീനി, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കൃഷികൾ വേറെ ഉണ്ട്. ഇതാണ് അങ്ങോട്ട് പോകുന്ന വഴിയുടെ ഒരു കുന്നിൻ മുകളിലാണെന്ന് വേണമെങ്കിൽ, ഒരു കുന്നിൻ മുകളിലാണ് കേട്ടോ. ഒരു മുകളിലാണ്. ഇത് കയറി പോകുന്നവർ സൂക്ഷിച്ച് അതൊക്കെ കയറി പോകണം. കാരണം ഈ നനവില്ലാത്തതാണ് ഇവിടുത്തെ പാസ് ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് പാസില്ല, മുതിർന്നവർക്ക് 20 രൂപയാണ് കേട്ടോ. ഇവിടെ ഫോട്ടോ എടുക്കുന്നതിനും വീഡിയോ എടുക്കുന്നതിനും എല്ലാം സൗകര്യം എന്തുവേണോ ചെയ്യാം. ആരും പൂ പറിക്കരുത്, വെള്ളരിക്ക അങ്ങനെയുള്ളതൊന്നും കൃഷി ചെയ്തിട്ടുണ്ട്. അതൊന്നും ചവിട്ടി മെതിക്കരുത് എന്നൊറ്റ നിബന്ധന മാത്രമേ ഉള്ളൂ കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ്. ഫോട്ടോ എടുക്കാൻ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. അറിഞ്ഞ് ഒത്തിരി ആളുകൾ വരുന്നുണ്ട് പല ഭാഗത്തു നിന്നിട്ടൊക്കെ ആയിരിക്കും. അപ്പൊ ഈ നെടുമങ്ങാട് ഭാഗത്ത് അല്ലെങ്കിൽ പാലോട് ഈ പരിസരത്തൊക്കെ ബസ്സിൽ പോകുന്നവരും അമ്മ പറയാറുണ്ട് കേട്ടോ. ഒത്തിരി പേര് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. കാണാൻ അതൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഏറ്റവും നല്ലത് ഇതിന്റെ ടോപ്പിൽ കയറി നിന്നിട്ട് താഴോട്ട് നോക്കുമ്പോഴാണ് ആ പൂവിന്റെ സൗന്ദര്യം നമുക്ക് ശരിക്കും ആസ്വദിക്കാനായിട്ട് കഴിയുന്നത്. ടോപ്പിൽ കയറിപ്പോയത് കേട്ടോ. ടോപ്പിൽ കയറിയിട്ട് കാണുന്നുണ്ട്. നമ്മള് ടോപ്പിൽ നിന്ന് എടുത്തപ്പോ ഉള്ള വ്യൂ ആണ്. എന്ത് ഭംഗിയാ കാണുന്നത്. ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ പരന്ന് അങ്ങ് പൂക്കളങ്ങ് നിറഞ്ഞു കിടക്കുക. ഇത് തട്ടായിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഓരോ തട്ട് അങ്ങനെ തട്ടായിട്ട് ചെയ്തിരിക്കും. പക്ഷെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ അതിമനോഹരമായിട്ട് എന്തെങ്കിലും ചരിഞ്ഞ് കിടക്കുന്നതൊക്കെ നല്ല അതിമനോഹരമായ കാഴ്ചയാണ്. കുറേ ആളുകൾ നിന്ന് ആ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലൊക്കെ നിന്നുകൊണ്ട്. പിന്നെ ഓറഞ്ച്, മഞ്ഞ 2 കളറുകളിലാണല്ലേ ജമന്തി പൂക്കളുള്ളത്. ടൈപ്പ് വെള്ള കളറുണ്ട്, അത് ഇവിടെ ഇല്ല. അത് അപ്പുറത്തെ സൈഡിൽ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പം ഇത് പരീക്ഷണാർത്ഥത്തിൽ ആദ്യമായിട്ട് ചെയ്തതാണ് എന്നാണ് ഞങ്ങൾക്ക് അറിയാനായിട്ട് കഴിഞ്ഞത് കേട്ടോ. പിന്നെ അവിടെ ടിക്കറ്റ് ഒക്കെ തരാൻ നിൽക്കുന്ന സ്റ്റാഫ് മാമ നല്ല സ്നേഹമല്ലേ എല്ലായിടത്തും. തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ അഭിപ്രായമൊക്കെ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മുടെ സംസാരിക്കുകയും ചെയ്തു. വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു മാമന്റെ. നമുക്ക് ഇനി എടുത്ത എന്തെങ്കിലും അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ എടുക്കാത്ത കേട്ടോ. നല്ല സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയത് ഒരു വൈകുന്നേര സമയത്ത്. സത്യം പറഞ്ഞാൽ ഒന്ന് വെയിലൊക്കെ എന്താ പറയാ മാറി. ഇറങ്ങിയപ്പോഴത്തേക്ക് വെയിൽ മാറി. ഞങ്ങൾ തിരിച്ചിറങ്ങി വന്നപ്പോഴത്തേക്ക് വെയിൽ മാറി. ഞങ്ങൾ മുകളിൽ നിന്നപ്പോൾ നിൽക്കാൻ വൈകി കേട്ടോ. ഭയങ്കര വെയിൽ. ഞങ്ങൾ പോയത് 4 മണിക്കാണ് കേട്ടോ. സൂക്ഷിച്ച് നടന്നു വരണം കേട്ടോ. നല്ല രസമുണ്ട്. നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ മീനുക്കുട്ടി ഇല്ലായിരുന്നു കേട്ടോ. ഞാനും ചേട്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ 2 പേരും കൂടി ഒന്ന് കറങ്ങാൻ പോയതാണ്. ജമന്തി പാടം കാണാൻ പോയതാണ്. ഞങ്ങളുടെ നാട്ടിലെ ജമന്തി പാടം. മീനുകുട്ടി ഇങ്ങനെ ഇത്രയും സൗന്ദര്യം കൊണ്ടെന്ന് വിചാരിച്ചാലേ. മീനുകുട്ടി പറഞ്ഞു ഞാൻ പറഞ്ഞില്ല, ഞാൻ അച്ചാച്ചൻ്റെ കൂടെ നിന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ അച്ചാച്ചൻ്റെ കൂടെ നിർത്തിയിട്ട് നമ്മൾ പോയത്. നമ്മൾ മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞതാ, വരാൻ പറഞ്ഞിട്ട് കേട്ടില്ല. വരുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് നെടുമങ്ങാട് ഭാഗത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് കാണണം കേട്ടോ. ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു അല്ലെ, നമുക്കിത് ആദ്യമായിട്ട് കിട്ടിയ ഒരു ഭാഗ്യമാണ് അല്ലേ. നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ ഒരു ജമന്തി പാടം കാണാൻ. അതെ, സത്യം. നമ്മൾ സാധാരണ ഈ ഫ്ലവർ ഷോയും അങ്ങനെയുള്ള ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ തിരുവനന്തപുരത്തല്ലേ പോയി കാണുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ തന്നെയാണ്. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് കേട്ടോ ഇത്. സത്യത്തിൽ ഞങ്ങളും ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത്രയും എന്താ പറയാ ഭംഗിയുണ്ടെന്ന്. ദൂരെ നിന്ന് കാണുന്നതിനേക്കാളും അതിമനോഹരമാണല്ലേ അടുത്ത് ഇത് കഴിഞ്ഞ് ഏറ്റവും നമ്മുടെ ഏറ്റവും ടോപ്പിൽ കയറിയപ്പോ അവരെ പഴയ കൈതച്ചക്കയുടെ കൃഷിയില് അത് അതിന്റെ ബാലൻസ് കിടക്കുന്നത്, പഴകിയ കൈതച്ചക്കയുടെ തൈകളും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് മരിച്ചിനി കൃഷി ചെയ്തിട്ടുണ്ട്. പിന്നെ പടവലങ്ങ, കത്തിരി ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അവിടെ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ ഇതിൻ്റെ അകത്ത് ഇവര് പൈസ മുടക്കിക്കണേന്ന് ഞാൻ ഒരു കണക്കില്ല. എന്ന് പറഞ്ഞാൽ ഈ പൈപ്പ് ലൈനുകളൊക്കെ എല്ലായിടത്തും വെള്ളം താഴെ നിന്ന് വലിച്ച് കയറ്റുന്നതിന് വേണ്ടി കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള പൈപ്പ് ലൈനുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് മേളിൽ. നമ്മളതിൽ കറങ്ങി അവര് തന്നെയാണ് പറഞ്ഞത് വഴിയുണ്ടെന്ന് പറഞ്ഞത്. സത്യം, നടന്നു വരാനുള്ള അടിപൊളി വഴിയുണ്ട്. നടന്ന് നമുക്ക് ഈ കൃഷിയൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് വരാൻ കേട്ടോ. കൃഷിയൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങളിങ്ങനത്തെ തിരിച്ചിറങ്ങി വരുന്ന വഴിയാണ് ഇത്. മുകളിൽ വന്ന ശേഷം തിരിച്ചിറങ്ങി വരുന്ന വഴി. നമ്മളങ്ങനെ പുറത്തിറങ്ങാറായി. പുറത്തിറങ്ങി
ഓക്കെ. അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങളുടെ ഇന്നത്തെ ജമന്തിപ്പാട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ കൂട്ടുകാരെ. അപ്പോൾ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് ഫോർ വാച്ചിങ്.